ഹലോ ഗായ്സ്, അപ്പോൾ 1 ഇയർ മാർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ വീണ്ടും സൗദിയിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഒന്ന് ബഹ്റൈനിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഐ ഫീൽ സോ ഗുഡ് ടു ബി ബാക്ക് ഹോം ആഫ്റ്റർ എ ലോങ് ടൈം. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് എൻ്റെ റൂമാണ്. അപ്പോൾ ഒരു 10-12 ഡേയ്സിനേക്ക് എൻ്റെ റൂമിൽ എനിക്ക് ഇരിക്കാൻ പറ്റുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഐ ഡോണ്ട് നോ, ഐ ഫീൽ സോ റിലാക്സ്. അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ നമ്മൾ ഓൺ ദി വേ ടു ബഹ്റൈൻ ആണ്. ആ കാണുന്നതാണ് ബഹ്റൈൻ ബ്രിഡ്ജ്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ല. നമ്മുടെ വിസ ഒന്ന് റിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ബഹ്റൈനിൽ പോയി കഴിഞ്ഞാൽ സ്നാക്ക് വാങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അത് എയിം ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഫോർ ദോസ് ഹു ഡോണ്ട് നോ, നമ്മൾ ബഹ്റൈനിൽ എത്തുന്നതിന് മുമ്പായിട്ട് കസ്റ്റംസ് ക്ലിയർ ചെയ്യാനുണ്ട്. ചെക്കിങ്ങും അതുപോലെ തന്നെ പാസ്പോർട്ട് സ്റ്റാമ്പിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബഹ്റൈനിലെത്തി. ബഹ്റൈൻ ഇസ് ദ 3rd സ്മോളസ്റ്റ് നേഷൻ ആഫ്റ്റർ മാൽദീവ്സ് ആൻഡ് സിംഗപ്പൂർ. അത്രയും ചെറിയൊരു സ്ഥലമാണ്. സംഭവം ചെറുതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു മിനി ദുബായ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഞാൻ ബഹ്റൈനിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്നാക്ക് സ്പോട്ട്. ഇവിടുത്തെ പരിപ്പ് വട കഴിച്ചാലും മതിയാവില്ല. നമ്മൾ ബഹ്റൈനിൽ പോയി കഴിഞ്ഞാൽ പോകുന്ന ഒരു ബേക്കറി ഉണ്ട്. അപ്പം ആ ഒരു ബേക്കറി എയിം ചെയ്തിട്ടാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്ക് ദുബായിലുള്ള ദുബായ് ഗോൾസൂക്ക് ഏരിയ ആണ് ഓർമ്മ വന്നത്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആൻഡ് ഫുള്ള് ബ്ലോക്കായിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട്. അത് ഗോൾഡ്, പിന്നെ ജെൻസ് വെയർ, മൊബൈൽ ഷോപ്പ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. പക്ഷേ എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ വണ്ടിയിലല്ല, നടന്നിട്ട് വേണം എക്സ്പ്ലോർ ചെയ്യാൻ. വണ്ടിയിലാകുമ്പോൾ ബ്ലോക്കായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും. അപ്പോൾ അതിനെക്കാട്ടിയും ഭേദം വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുക, ഇങ്ങനെ നടന്ന് ആസ്വദിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ബേക്കറി അൽ ദസ്മ. പണ്ട് മുതൽക്കേ ഇവിടെ വരുന്നതാണ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. കേക്ക് വേണമെങ്കിൽ കേക്ക് ഉണ്ട്, പാസ്ട്രീസ് ഉണ്ട്, മഫിൻസ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, അച്ചപ്പം, ഉണ്ണിയപ്പം, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. സ്വീറ്റ്സ് ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ? എനിക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കുറച്ച് കൺട്രോളിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാലും ഞാൻ 2 പീസൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് ഗോൾഡ് സിറ്റി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഗോൾഡ് സിറ്റി പേര് പോലെ തന്നെ ദറ്റ് ഏരിയ ഇസ് ഫിൽഡ് വിത്ത് ഗോൾഡ്. പക്ഷേ ഞാൻ പോയത് ഗോൾഡ് വാങ്ങാനല്ല കേട്ടോ. എനിക്ക് അവിടെ നിന്ന് അത്തർ വാങ്ങണമായിരുന്നു. ഞാൻ കഴിഞ്ഞ വരവിലും അവിടെ നിന്നാണ് അത്തർ വാങ്ങിയത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങണം എന്ന് നിർബന്ധമായിരുന്നു. എനിക്ക് പെർഫ്യൂം, അത്തർ എന്നൊക്കെ പറഞ്ഞാൽ പ്രാന്താണ്. അതുകൊണ്ട് ഞാൻ എത്ര വേണമെങ്കിലും വാങ്ങും. പിന്നെ ഈ ഒരു സ്ഥലം ഞാൻ പണ്ട് മുതൽക്കേ കാണുന്ന ഒരു ഏരിയ ആണ്. അന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ഇപ്പം ഞാൻ പുറത്ത് വച്ചേക്കുന്ന സാധനങ്ങൾ മാത്രം വീഡിയോ എടുത്തു. കാരണം അകത്ത് കയറിയപ്പോൾ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിനിഞ്ഞാന്ന് നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ ഫുൾ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് റോഡിലൊക്കെ, ട്രീസിൽ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, കീപ് സപ്പോർട്ടിങ് ആൻഡ് സ്റ്റേ ഹാപ്പി.